ഓ ദൈവമേ, എനിക്കുള്ളതെല്ലാം വിറ്റ് അങ്ങേക്ക് കാഴ്ച അർപ്പിക്കാനായി ഈ 3 രത്നങ്ങളുമായി ഞാനിതാ വരുന്നു. ആബേലിന്റെ ബലി പോലെ, അബ്രഹാത്തിന്റെ ബലി പോലെ പൂർണ്ണ സമർപ്പണത്തോടെ ഞാനിതാ വരുന്നു. ആബേലിൻ നിർമ്മലമാമർപ്പണം പോലെ അബ്രാഹമന്നു ചെയ്തോരർപ്പണം പോലെ ആബേലിൻ നിർമ്മലമാമർപ്പണം പോലെ അബ്രാഹമന്നു ചെയ്തോരർപ്പണം പോലെ മറിയത്തിൻ ശ്രേഷ്ഠമാമർപ്പണം പോലെ ഞാനും എന്നെ പൂർണ്ണമായർപ്പിക്കുന്നു. അർപ്പണം അർപ്പണം ആത്മാർപ്പണം. എന്തു പറ്റി വല്യപ്പച്ച? എന്തിനാ കരയുന്നത്? എന്റെ പൊന്നു മോനെ, എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. എന്റെ സമ്പാദ്യം, എന്റെ ഭാര്യ, എന്റെ മക്കൾ, അങ്ങനെ എല്ലാമായി ഞാൻ ലാളിച്ചു വളർത്തിയ എന്റെ മക്കൾ പോലും ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. എന്താണ് അപ്പച്ച? എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? എന്താണ് സംഭവിച്ചത്? അപ്പച്ചൻ എന്നോട് തുറന്നു പറയൂ. മോനെ, കൊച്ചിനോട് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ വേദനകൾ ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ എല്ലാം എന്നെ പരിഹസിക്കുകയാണ് ചെയ്തത്. അല്പം ആഹാരത്തിന് വേണ്ടി ഞാൻ കേഴാത്ത സ്ഥലങ്ങളില്ല. എങ്ങനെയാണ് അപ്പച്ച എല്ലാം നഷ്ടമായത്? പറയാം കുഞ്ഞെ, പറയാം. മലബാറിലെ ഒരു വലിയ എസ്റ്റേറ്റിന്റെ ഉടമയായിരുന്നു ഞാൻ. എനിക്ക് 3 മക്കളാണ്. 3 പേരെയും ഞാൻ നന്നായി പഠിപ്പിച്ചു. നാട്ടിൽ അവർക്കെല്ലാവർക്കും ഞാൻ നല്ല ജോലിയും വാങ്ങിക്കൊടുത്തു. പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനെന്താ, മക്കൾ എല്ലാവരും നല്ല ജോലി ആയിരിക്കുന്നത് നല്ലതല്ലേ? എത്രയോ മാതാപിതാക്കളാണ് തങ്ങളുടെ മക്കളെ വിദേശത്തേക്ക് അയക്കുന്നതിന് IELTS ഏജൻസിക്ക് പണമൊക്കെ കൊടുത്ത് കാത്തിരിക്കുന്നത്, നാട്ടിൽ നല്ല ജോലിക്കായി ശ്രമിക്കുന്നതും. അതല്ല മോനെ, ഒരു മക്കൾക്കും ഇപ്പോൾ എന്നെ വേണ്ട. ഞാൻ അവർക്കെല്ലാം ഒരു ഭാരവും അപമാനവുമാണ്. അങ്ങനെ ഇരിക്കുകയാണ് 3 മാസം മുമ്പ് ഒരു അപകടത്തിൽ എന്റെ ഭാര്യയും എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ എന്റെ മക്കൾക്ക് വീതം വെച്ച് നൽകിയിരുന്നു. അവർ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. അങ്ങനെ 2 മാസം മുമ്പ് എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പച്ചൻ കരയാതിരിക്കും. ദൈവം എല്ലാത്തിനും ഒരു പരിഹാരം കാണിച്ചു തരും. എന്ത് പരിഹാരം? എന്റെ കാര്യം പോകട്ടെ. പെറ്റമ്മ വഴിയിൽ ഉപേക്ഷിച്ച്, ഒരു ബിഗ് ഷോപ്പറിലാക്കി വഴിയരിയിൽ ഉപേക്ഷിച്ച ഒരു ചോരക്കുഞ്ഞിന്റെ കരച്ചിൽ ഒരു ദിവസം ഞാൻ കേട്ടു. ഞാൻ അടുത്തു ചെന്നു. അങ്ങനെ അടുത്തു ചെന്ന് ആ കുഞ്ഞിനെയും ഞാൻ എടുത്തു. അവനെയും ഞാനിപ്പോൾ വളർത്തുകയാണ്. നഷ്ടപ്പെട്ട എന്റെ മക്കൾക്ക് പകരമായി. അവന്റെ വിശപ്പടക്കാനുള്ള വക പോലും ഉണ്ടാകുന്നില്ലല്ലോ എനിക്കതിന് കഴിയുന്നില്ലല്ലോ. എന്റെ ദൈവമേ! അപ്പച്ചൻ വിഷമിക്കേണ്ട. എന്റെ കയ്യിലുള്ള രത്നങ്ങളിൽ ഒന്ന് ഞാൻ അപ്പച്ചൻ നൽകാം. അപ്പച്ചൻ അത് കൊണ്ടുപോയി വിറ്റ് ആ പണം കൊണ്ട് സുഖമായി ജീവിക്കുക, കുഞ്ഞിനെയും വളർത്തുക. പെറ്റമ്മ മറന്നാലും നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ ആ ദൈവം അപ്പച്ചന്റെ കൂട്ടിനുണ്ടാകും. ഇതാണ് ആ രത്നം. എന്ത് രത്നമോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നെ രക്ഷിക്കാനായി കടന്നു വന്ന ദൈവദൂതനാണോ എന്ന്? എന്റെ മക്കൾ പോലും ഒരിക്കലും എനിക്ക് തന്നിട്ടില്ലാത്ത സ്നേഹം. എന്റെ പൊന്നുമോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും, തീർച്ച. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ
രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. എന്റെ ദൈവമേ, അങ്ങേക്ക് സമർപ്പിക്കുവാനായി ഞാൻ കൊണ്ടുവന്ന രത്നങ്ങളിൽ ഒന്ന് കുറഞ്ഞു പോയല്ലോ. ഇനി അങ്ങേക്ക് സമർപ്പിക്കുവാൻ എന്റെ കയ്യിൽ 2 രത്നങ്ങൾ മാത്രമാണുള്ളത്. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ എന്നോട് ഓർക്കണമേ. ഓ ദൈവമേ, എന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. അങ്ങയുടെ തിരുമുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനിതാ പോകുന്നു. എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. ഈ ജീവിതം ഞാൻ മടുത്തു. എന്റെ മരണത്തിൽ സന്തോഷിക്കുന്നവരോടും ദുഃഖിക്കുന്നവരോടും ഞാൻ പറയുന്നു, സഹജന്മാരെ, സ്നേഹിത ഗണമേ, ഞാനിതാ യാത്ര ചോദിക്കുന്നു. എന്താണ് ഈ കാട്ടുന്നത്? എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. എന്ത് മരിക്കണമെന്നോ? എന്ത് പറ്റി സഹോദര? എന്ത് പറ്റി നിങ്ങൾക്ക്? ഛീ, മാറി നിൽക്കൂ. എന്നോട് പറയാൻ നീ ആരാണ്? ജീവിച്ചപ്പോൾ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. എല്ലാവരും കുത്തിനോവിച്ചു. സ്വതന്ത്രമായി മരിക്കാമെന്ന് വെച്ചപ്പോൾ അതിനും സമ്മതിക്കുന്നില്ലെന്നു. മാറി നിൽക്കൂ, എനിക്ക് മരിക്കണം. എന്താണ് സഹോദര? സഹോദരന്റെ പ്രശ്നം എന്താണ്? എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. അതിന് മരണമല്ല പോംവഴി. ഇല്ല, എന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല. പരിഹാരം തേടി ഞാൻ അലയാത്ത സ്ഥലങ്ങളിൽ ചെന്നിടത്തെല്ലാം ആട്ടും തുപ്പലും പരിഹാസവും നിന്ദയുമാണ് എനിക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യ പോലും എന്നോട് പറഞ്ഞു, ഇതിലും ഭേദം നിങ്ങൾ എവിടെയെങ്കിലും പോയി ചാകുന്നതാണ് നല്ലതെന്ന്. ഈ പ്രശ്നത്തിന് പരിഹാരം നൽകാനാണോ താങ്കൾ എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? എന്താണ് താങ്കളുടെ പ്രശ്നമെന്ന് താങ്കൾ ഇതുവരെയും എന്നോട് പറഞ്ഞില്ല. താങ്കൾ പറയൂ, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് ഞാൻ നോക്കാം. ഞാൻ വയനാട്ടിലെ ഒരു കർഷകനായിരുന്നു. കൃഷി ചെയ്യുന്നതിനായി സർവ്വതും ഈടുവച്ച് ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. ഞാനും എന്റെ ഭാര്യയും മക്കളും എല്ലാവരും ചേർന്ന് ഞങ്ങൾ മണ്ണിൽ നന്നായി അധ്വാനിച്ചു. ഞങ്ങളുടെ കൃഷികളും വിളവുകളും തഴച്ചു വളരുന്നത് മറ്റുള്ളവർക്ക് പോലും അസൂയ ഉളവാക്കുന്ന വിധത്തിലായിരുന്നു. പക്ഷേ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. എന്തു പറയാനാണ്? വിഷമിക്കാതെ പറയൂ, ഞാൻ കേൾക്കട്ടെ. അങ്ങനെ ഒരു ദിവസത്തെ പേമാരിയിലും കൊടുങ്കാറ്റിലും എന്റെ കൃഷികൾ മുഴുവനും നശിച്ചു. ബാങ്ക് ലോൺ അടയ്ക്കാൻ നിർവാഹമില്ലാതെയായി. കുടുംബം മുഴുപട്ടിണിയിലാണ്. മറ്റന്നാൾ എന്റെ വീടും പറമ്പും ബാങ്കുകാർ ജപ്തി ചെയ്യും. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, മരണം, മരിക്കുക. ഇനി എന്നെ തടയരുത്. ഞാൻ പോകട്ടെ, ഞാൻ പോയി മരിക്കട്ടെ. നിൽക്കൂ സഹോദര, നാം ജീവിതത്തിൽ പരാജയപ്പെടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് വിജയിക്കുകയാണ് വേണ്ടത്. ദൈവം എല്ലാത്തിനും ഒരു വഴി കാട്ടിത്തരും. എന്തു വഴി? അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. സഹോദര, എന്റെ കയ്യിലുള്ള രത്നങ്ങളിൽ ഒന്ന് ഞാൻ അങ്ങേക്ക് തരാം. അത് കൊണ്ടുപോയി വിറ്റ് ആദ്യം ബാങ്കിലെ വായ്പ അടയ്ക്കുക. ബാക്കി പണം ഉപയോഗിച്ച് വീണ്ടും കൃഷി ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക. ഇതാണ് ആ രത്നം. എന്ത് രത്നമോ? എനിക്കോ? ഒരു പരിചയവുമില്ലാത്ത എനിക്കങ്ങ് രത്നം തന്ന് സഹായിക്കുകയും? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച എന്നെ വീണ്ടും മടക്കി ജീവിതത്തിലേക്കും ദൈവത്തിലേക്കും കൊണ്ടുവന്ന അങ്ങ് ആരാണ്? എന്റെ ദൈവമേ, നന്ദി. ഞാനിതാ മടങ്ങി വരുന്നു. രക്ഷിക്കാനാകാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കുവാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വേണ്ട വേണ്ട എന്ന് ഞാൻ വച്ചു തരും ഞാൻ. പറ്റി നിനക്ക് മിണ്ടാട്ടം ഇല്ല അല്ലേ? നീ മിണ്ടില്ല. നിന്റെ അടിച്ച് ഷെയ്പ്പോ അത് ഞാൻ. എന്താണ് അച്ഛൻ ഇത്തരത്തെയും കൊണ്ട് എങ്ങോട്ടാണ്? ഈ പുൻസുദിനത്തിൽ ഇവനെയും കൊണ്ട് ഞാനൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. കറങ്ങാൻ ഇറങ്ങിക്കോ, അതിനെന്താ? ഞാൻ വണ്ടിച്ചക്രമാണോ ചുമ്മാതെ കറങ്ങാൻ? ചേട്ടനറിയാമോ, കറങ്ങണേ ഡീസൽ വേണം, അല്ലെങ്കിൽ കുടിക്കണം. കുടിച്ച് കറങ്ങണം.
വേണ്ട വേണ്ട, കയ്യിലൊന്നും പിടിക്കണ്ട. മര്യാദക്ക് ഞാൻ പറയുന്ന പോലെ നടന്നു പോയാ മതി. അച്ഛാ, ആരാണ് അച്ഛനോടൊപ്പമുള്ള ഇയാൾ? ഞാൻ ഫാദർ റോയ്, കാഞ്ഞിരപ്പള്ളിയിൽ മാനസിക രോഗികൾക്ക് വേണ്ടി നടത്തുന്ന നല്ല സമ്പ്രായൻ ആശ്രമത്തിന്റെ ഡയറക്ടർ. അനാഥരും തെരുവിൽ അലിയുന്നവരുമായ മനോരോഗികളെ കണ്ടെത്തി ശുശ്രൂഷിക്കുകയാണ് ഞാൻ. അങ്ങനെ എനിക്ക് തെരുവിൽ നിന്ന് കിട്ടിയതാണ് ഇവരെയും. 150 മനോരോഗികളുള്ള സ്ഥാപനത്തിന്റെ ദൈനംദിന ചെലവുകൾക്ക് ഓരോരുത്തരുടെയും മുമ്പിൽ കൈനീട്ടുകയാണ് ഞാൻ. ഉമ്മ ഉമ്മ ഉമ്മ, മറിയക്കുട്ടി, ചക്കര ഉമ്മ. ഓ, അവളുടെ ഒരു നാണം കണ്ടില്ലേ? നാണിക്കണ്ട നാണിക്കണ്ട, ചിങ്ങമാസം വന്നോട്ടെ, നിന്നെ ഞാൻ താലി കെട്ടി കൊണ്ടുപോകും. പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടാണോ അച്ഛൻ ഇറങ്ങിയിരിക്കുന്നത്? ഏയ് അല്ല, പ്രഭാത ഭക്ഷണത്തിലുള്ള വക കണ്ടെത്താനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അത് ദൈവം എവിടെ നിന്നെങ്കിലും മുടങ്ങാതെ നൽകും. അത് കിട്ടിക്കഴിയുമ്പോൾ ഞാനും ഇവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. അച്ഛൻ എന്താണ് ഇത്തരത്തിൽ അച്ഛന്റെ പ്രവർത്തന മണ്ഡലത്തെ മാറ്റിയത്? അച്ഛൻ ഭൗതികമായ പ്രവർത്തനങ്ങളിൽ ആയിരുന്നെങ്കിൽ അച്ഛന് വളരെയേറെ ഉയരുവാനും ഒരു ഉന്നത സ്ഥാനം വരെ എത്തുവാനും കഴിയുമായിരുന്നില്ലേ? അതിനും ശ്രേഷ്ഠമായി ഞാൻ കാണുന്നത് എന്റെ ഈ ചെറിയ ജോലിയാണ്. അനാഥരായ കുഞ്ഞുങ്ങൾക്കും കുഷ്ഠരോഗികൾക്കും വേണ്ടി പ്രവർത്തിച്ച മദർ തെരേസ ഇന്ന് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലാണ്. അതുപോലെ ആർക്കും വേണ്ടാത്തവരാണ് മനോരോഗികൾ. അവരെ ശുശ്രൂഷിക്കുന്നത് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവൃത്തിയാണ്. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി തീരുമാനമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. പാവങ്ങളെ സഹായിക്കുവാനും അനാഥ രക്ഷിക്കുവാനുമായി ഞാനും അച്ഛനോടൊപ്പം ചേരുന്നു. എന്റെ കയ്യിലുള്ള ഈ രത്നം ഞാൻ അച്ഛന്റെ പ്രവർത്തനത്തിനായി നൽകുന്നു. ഏതാണ്ട് തരുവാനാന്ന് പറഞ്ഞപ്പോ ഞാൻ ഓർത്തു പൊറോട്ടയും ചിക്കൻ കറിയുമാണെന്ന്. ഇത് ഏതാണ്ട് പുട്ടുപോലെയുണ്ടല്ലോ. ഓ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. അങ്ങേക്ക് സമർപ്പിക്കുവാനായി ഞാൻ കൊണ്ടുവന്ന എല്ലാ രത്നങ്ങളും തീർന്നു പോയിരിക്കുന്നു. വാക്ക് പാലിക്കാത്തവനായി എന്നെ അങ്ങ് കാണരുതേ. എന്നോട് പൊറുക്കണമേ. മോനെ കളിയാക്കുക, നീ ചെയ്തതാണ് ചെയ്തത്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും അതിനാൽ തന്നെ നിർജീവമാണ്. എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരാൾക്ക് നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം നീ എനിക്ക് തന്നെയാണ് ചെയ്തത്. അച്ഛോ, ഞാനും വരുന്നു അച്ഛന്റെ കൂടെ. എന്റെ ശിഷ്ട ജീവിതം ഇനി അച്ഛനോടൊപ്പം ചേർന്ന് പാവങ്ങൾക്കും അനാഥർക്കും വേണ്ടി ഞാൻ നീക്കിവെക്കുന്നു. സ്നേഹവും ത്യാഗവും നുകർന്നു ഞങ്ങൾ സേവനത്തിൻ ദൂതരായി വരുന്നിതാ. കരകളും തിരകളും കടന്നു ഞങ്ങൾ സുവിശേഷ ദൂതരായി വരുന്നിതാ. ഭാരതമേ നിൻ രക്ഷ നിൻ മക്കളിൽ, ആർഷപൂവനമേ നിൻ ശാന്തി നിൻ കൈകളിൽ. സോദരരെ കൈകോർത്തു മുന്നേറുവിൻ, സത്യകാഹളം മുഴ